ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്യൻ രാജ്യമായിട്ടുള്ള സ്വീഡനിൽ എത്തിയിരിക്കുകയാണ്. ശരിക്കും അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിക്കുന്ന സ്വീകരണമാണ് മോദിക്ക് ആ രാജ്യം ഒരുക്കിയിരുന്നത്. അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ എല്ലാ പ്രോട്ടോകോളുകളും കാറ്റിൽ പറത്തി സ്വീഡന്റെ ആകാശത്ത് ആ കാഴ്ച കണ്ടപ്പോൾ ലോക രാജ്യങ്ങൾ ഒന്നടങ്കം അത്ഭുതപ്പെട്ടു. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ വിമാനത്തിന് ഇരുവശത്തുമായിട്ട് സ്വീഡിഷ് എയർഫോഴ്സിന്റെ അത്യാധുനിക ഗ്രിപ്പൻ യുദ്ധവിമാനങ്ങൾ ആകാശത്ത് അകമ്പടി സേവിക്കുകയാണ്. വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സൺ നേരിട്ടെത്തി എല്ലാ നയതന്ത്ര മര്യാദകളും മാറ്റിവെച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. സ്വീഡനിലെ ഗോഥൻബർഗ് എയർപോർട്ടിലാണ് പ്രോട്ടോകോൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് നേരിട്ടെത്തി മോദിയെ സ്വീകരിച്ചത്. ഇത് വെറുമൊരു ഔദ്യോഗിക സന്ദർശനമല്ല, മറിച്ച് ആഗോളതലത്തിൽ ഭാരതത്തിന്റെ വളരുന്ന കരുത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു. സാധാരണയായി വിദേശ നേതാക്കൾ വരുമ്പോൾ വിമാനത്താവളത്തിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി നേരിട്ടെത്തി സ്വീകരിക്കാറില്ല. എന്നാൽ അത്യപൂർവമായിട്ട് മാത്രമാണ് അങ്ങനെ ഒരു പ്രോട്ടോകോൾ ലംഘനം ഉണ്ടാവുന്നത്. ഇതിനു മുമ്പ് 2013 ബരാക് ഒബാമ സ്വീഡൻ സന്ദർശിച്ച സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രി ഇതുപോലെ നേരിട്ടെത്തി അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2018 സ്വീഡനിൽ സന്ദർശനം നടത്തിയ സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രി സ്റ്റെഫാൻ നേരിട്ടെത്തി അദ്ദേഹത്തെ സ്വീകരിക്കുകയുണ്ടായി. ഏതാണ്ട് 30 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വീഡനിൽ പോകുന്നത്. 2018 ആ സംഭവം. അതിനുശേഷം ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും സ്വീഡനിൽ കാലുകുത്തുമ്പോൾ 2018 ഇന്ത്യയിൽ നിന്ന് കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യത്തിനും മാറ്റി നിർത്താൻ കഴിയാത്തൊരു വലിയ ശക്തിയായിട്ട് ഇന്ത്യ വളർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത്യപൂർവമായി മാത്രം കാണുന്ന സ്വീഡിഷ് എയർഫോഴ്സിന്റെ അകമ്പടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉണ്ടായത്. അതായത് ഏറ്റവും വലിയൊരു ബഹുമതിയാണ്. ഇത് മാത്രമല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് സ്വീഡൻ അവരുടെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി നൽകിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അതായത് സ്വീഡൻ എന്ന് പറയുന്ന രാജ്യം വളരെ അപൂർവമായി മാത്രമാണ് അവരുടെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ കമാൻഡർ ഗ്രാൻഡ് ക്രോസ് എന്ന് പറയുന്ന ബഹുമതി നൽകുന്നത്. റോയൽ ഓർഡർ ഓഫ് ദ പോളാർ സ്റ്റാർ കമാൻഡർ ബഹുമതി ഇതിനു മുൻപ് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ റോയൽ ഓർഡർ ഓഫ് ദ പോളാർ സ്റ്റാർ കമാൻഡർ ഗ്രാൻഡ് ക്രോസ് എന്ന് പറയുന്നത് അത്യപൂർവമായി മാത്രം അവർ നൽകുന്ന ഒരു അംഗീകാരമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 31ാമത് അന്താരാഷ്ട്ര ബഹുമതിയാണ് അദ്ദേഹം ഇപ്പോൾ കൈപ്പറ്റിയിരിക്കുന്നത്. ഈ പുരസ്കാരം തനിക്ക് വ്യക്തിപരമായി ലഭിച്ച ഒന്നല്ല എന്നും ഭാരതത്തിലെ 140 കോടി ജനങ്ങൾക്കും ഇന്ത്യ സ്വീഡൻ ബന്ധം ശക്തമാക്കാൻ പ്രവർത്തിച്ചവർക്കുമുള്ള ആദരമാണെന്നുമാണ് പ്രധാനമന്ത്രി ചടങ്ങിൽ പറഞ്ഞത്. ഇന്ത്യയും സ്വീഡനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വെറുമൊരു സൗഹൃദത്തിനപ്പുറം സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പായിട്ട് ഉയർത്തുക അഥവാ തന്ത്രപ്രധാനമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തുക എന്നതിന്റെ ഭാഗമായും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഗോള സ്വാധീനത്തിന്റെ ഫലമായിട്ടുമാണ് അദ്ദേഹത്തിന് ഈ പരമോന്നത ബഹുമതി സ്വീഡൻ നൽകുന്നത്. ഇനി ആർക്കൊക്കെയാണ് ഇങ്ങനെയുള്ള ബഹുമതികൾ ലഭിച്ചിട്ടുള്ളത്? ക്വീൻ എലിസബത്തിന് ലഭിച്ചിട്ടുണ്ട്. നെതർലൻഡ്സിലെ രാജാവായിട്ടുള്ള വില്യം അലക്സാണ്ടറിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ഇതേ ഒരു അംഗീകാരം ലഭിച്ചിട്ടുള്ളത് ചാൾസ് മൂന്നാമൻ രാജാവിനാണ്. UK ഇപ്പോഴത്തെ രാജാവായിട്ടുള്ള ചാൾസ് മൂന്നാമൻ രാജാവിന്. അതുപോലെ തന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ടുള്ള ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന് സ്വീഡൻ ഈ ഒരു അംഗീകാരം കൊടുത്തിട്ടുണ്ട്. വളരെ പണ്ടത്തെ കാര്യമാണ്. ചരിത്രത്തിൽ വളരെ നേരത്തെ തന്നെ അദ്ദേഹത്തിന് ഈ ഒരു ബഹുമതി ലഭിച്ചിട്ടുണ്ട്. ഡെൻമാർക്കിലെ മുൻ രാജ്ഞിയായിട്ടുള്ള മാർഗ്രേവറ്റ് രണ്ടാമൻ രാജ്ഞിക്ക് ഈ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിലേക്കാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തുന്നത്. എന്ന് വെച്ചാൽ വളരെ അപൂർവമായി മാത്രം നൽകപ്പെടുന്ന ഒരു അംഗീകാരമാണ്. റഷ്യൻ പ്രസിഡന്റിനോ ചൈനീസ് പ്രസിഡന്റിനോ ട്രംപിനോ എന്തിന് ഒബാമയ്ക്ക് പോലും ഇങ്ങനൊരു അംഗീകാരം സ്വീഡൻ കൊടുത്തിട്ടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഗോള തലത്തിലുള്ള സ്വാധീനം എത്രമാത്രം ഉണ്ടെന്ന് ആലോചിക്കാം. ഇന്ത്യയും സ്വീഡനും തമ്മിലുള്ള സഹകരണം എന്ന് പറയുന്നത് സാധാരണ നയതന്ത്ര ബന്ധം എന്ന ലെവലിൽ നിന്ന് ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങൾ എന്ന നിലയിലേക്ക് ഇതിനോടകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ സഹകരണം പ്രതിരോധ മേഖലയിൽ കൂടുതൽ ആഴത്തിലുള്ളതായിട്ട് മാറുകയാണ്. ആയുധങ്ങൾ വാങ്ങുന്നതിലും വിൽക്കുന്നതിലും ഒതുങ്ങുന്ന ഒരു ബന്ധമല്ല ഇന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഔദ്യോഗികമായി തന്നെ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പായിട്ട് ഉയർത്തിയിരിക്കുകയാണ്. അഥവാ തന്ത്രപ്രധാനമായ പങ്കാളിത്തമായി മാറിയിരിക്കുകയാണ്.
നിലവില് വളരെ ശക്തമായ പ്രതിരോധ ബന്ധം നമുക്ക് സ്വീഡനുമായിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ചരിത്രപരമായ ഒരു സംഭവമുണ്ട്. അതായത് സ്വീഡിഷ് പ്രതിരോധ ഭീമനായിട്ടുള്ള സാബ് എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ 100% നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന് അനുമതി ലഭിക്കുന്ന ആദ്യത്തെ വിദേശ പ്രതിരോധ കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ്. യൂറോപ്പിലെ തന്നെ വലിയ കമ്പനികളിൽ ഒന്നാണ് ഈ സാബ് എന്ന് പറയുന്ന കമ്പനി. ഹരിയാനയിലെ കമ്പനി തങ്ങളുടെ അത്യാധുനികമായിട്ടുള്ള M4 എന്ന് പറയുന്ന റോക്കറ്റ് ലോഞ്ചർ നിർമ്മിക്കാനുള്ള ഫാക്ടറിയും സ്ഥാപിച്ചു കഴിഞ്ഞു. 1970-കൾ മുതൽ ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ്. സ്വീഡന് പുറത്ത് ഇത് പൂർണ്ണമായും നിർമ്മിക്കുന്ന ആദ്യത്തെ രാജ്യമായിട്ട് അങ്ങനെ ഇന്ത്യ മാറുകയാണ്. ഇവിടെ നിർമ്മിക്കുന്ന ആയുധങ്ങളും അതിന്റെ ഭാഗങ്ങളും മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും പദ്ധതിയിടുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള അത്യാധുനികമായിട്ടുള്ള AT4 ആന്റി ടാങ്ക് ആയുധങ്ങളും സ്വീഡൻ ഇന്ത്യക്ക് കൈമാറിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഭാവിയിൽ പ്രതിരോധ രംഗത്ത് വലിയ മുന്നേറ്റത്തിനാണ് സാധ്യതയുള്ളത്. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി 114 മൾട്ടി റോൾ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള വലിയൊരു പദ്ധതി ഇന്ത്യയുടെ പരിഗണനയിലുണ്ട്. ഇതിനായിട്ട് സ്വീഡന്റെ ഗ്രിപ്പൻ വിമാനങ്ങൾ ഇന്ത്യ പരിഗണിച്ചേക്കാം. സാങ്കേതിക വിദ്യ പൂർണ്ണമായിട്ട് ഇന്ത്യക്ക് കൈമാറാമെന്നും വിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാമെന്നും സ്വീഡൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മോദിക്ക് സ്വീഡിഷ് എയർഫോഴ്സ് ആകാശത്ത് സ്വീകരണം നൽകിയത് ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ്. സ്വീഡൻ ലോകത്തെ ഏറ്റവും മികച്ച പ്രതിരോധ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. പ്രതിരോധ രംഗത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സുരക്ഷ എന്നിവ ഉപയോഗിക്കുന്നതിനായിട്ട് പുതിയൊരു സാങ്കേതിക ഇടനാഴി ഇന്ത്യയും സ്വീഡനും ചേർന്ന് രൂപീകരിക്കും. സ്വീഡൻ ഇന്ത്യ ടെക്നോളജി ആൻഡ് AI കോറിഡോർ എന്നായിരിക്കും ഇത് അറിയപ്പെടുക. അതോടൊപ്പം തന്നെ അന്തർവാഹിനികൾ, റഡാർ സംവിധാനങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയില് സംയുക്തമായ ഗവേഷണത്തിനുള്ള സാധ്യതകളും നോക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ രണ്ട് രാജ്യങ്ങളും അത്യാധുനിക റഡാറുകളും ഇലക്ട്രോണിക് യുദ്ധമുറകളും വികസിപ്പിക്കാൻ പരസ്പരം സഹായിക്കും. ഉദാഹരണത്തിന് സാബിന്റെ പുതിയ വ്യോമ പ്രതിരോധ മിസൈലുകളുടെ കാര്യം തന്നെ എടുക്കാം. പരസ്പര സഹകരണത്തിന് വലിയ സാധ്യതകളാണ് ഇവിടെ ഉള്ളത്. സ്വീഡൻ അടുത്തിടെ നാറ്റോയിൽ അംഗമായിട്ട് ഔദ്യോഗികമായി ചേർന്നിരുന്നു. യൂറോപ്പിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ സ്വീഡന്റെ പങ്ക് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് ഇൻഡോ പസഫിക് മേഖലയിൽ കൂടുതൽ ഇന്ത്യയുമായിട്ട് അടുക്കാൻ സ്വീഡനെ പ്രേരിപ്പിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ ആയുധം ഇറക്കുമതി ചെയ്യാൻ മാത്രമായിരുന്നു ഇന്ത്യ സ്വീഡനുമായി സഹകരിച്ചിരുന്നത്. എന്നാൽ ഇനി മുതൽ സ്വീഡൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ രണ്ട് രാജ്യങ്ങളും പരസ്പരം ടെക്നോളജികൾ കൈമാറി സംയുക്തമായിട്ട് കൂടുതൽ മേഖലകളിൽ ഗവേഷണം നടത്താനും ആയുധങ്ങൾ വികസിപ്പിക്കാനും അടക്കം ആരംഭിക്കും. ലോകത്തിന് മുന്നിൽ വലിയൊരു ഡിഫൻസ് എക്സ്പോർട്ട് ഹബ്ബായിട്ട് ഇന്ത്യ മാറുമ്പോൾ അതിൽ സ്വീഡനും ഒരു നിർണായക പങ്കാളിയായിട്ട് മാറും. സ്വീഡനും ചൈനയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചൈനയുമായിട്ടുള്ള സ്വീഡന്റെ ബന്ധം വളരെ മോശം അവസ്ഥയിലാണ്. സ്വീഡിഷ് പൗരത്വമുള്ള ഗുയി മിൻഹായ് എന്ന് പറയുന്ന ഒരു പുസ്തക പ്രസാധകനെ ചൈന തടവിലാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങളും തമ്മിൽ വലിയ തർക്കങ്ങളാണ് നിലനിൽക്കുന്നത്. കൂടാതെ ചൈനയുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ സ്വീഡൻ എപ്പോഴും ശക്തമായ നിലപാടാണ് എടുക്കാറുള്ളത്. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം സ്വീഡനെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പൊതുവെ ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ചൈനയെ കൗണ്ടർ ചെയ്യാൻ അമേരിക്കയേക്കാൾ എന്തുകൊണ്ടും സാധ്യത ഇന്ത്യക്കാണ്, അല്ലെങ്കിൽ കഴിയുന്നത് ഇന്ത്യക്കാണ്. ചൈനയുമായി നേരിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. ഇന്ത്യയും ചൈനയും തമ്മിലെ ചരിത്രം പരിശോധിച്ചാൽ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇന്ത്യ ചൈനയ്ക്കെതിരെ എടുക്കുന്ന സമീപനം, അമേരിക്കയേക്കാൾ ശക്തമായിട്ട് ചൈനയോട് നിലപാട് കൊണ്ടാണെങ്കിലും സമീപനം കൊണ്ടാണെങ്കിലും ഇടപെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. 2020 ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യ കൈക്കൊണ്ട നടപടികൾ ലോകം കണ്ടിട്ടുണ്ട്. ട്രംപിനെ പോലെ ചൈനയുടെ മുമ്പിൽ പോയി മുട്ടുകുത്തിയിട്ടില്ല ഇന്ത്യ. സോ ഇന്ത്യ കൈക്കൊള്ളുന്ന നിലപാടുകൾ ദോക്ലാം ഇഷ്യൂ മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ശക്തമായി ചൈനയെ നേരിടുന്ന ലോകത്തെ ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുമായിട്ടുള്ള സഹകരണം പല രാജ്യങ്ങളും ചൈനയെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗം എന്ന നിലയ്ക്ക് കൂടിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ സ്വീഡൻ അടക്കമുള്ള ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയുമായി കൂടുതൽ ശക്തമായിട്ട് സഹകരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല ലോകത്തെ ഒരു ട്രസ്റ്റബിൾ പാർട്ണർ ആയിട്ടാണ് ഇന്ത്യ എന്ന് എല്ലാവരും കാണുന്നത്. ഒരു രാജ്യത്തെയും ആപത് ഘട്ടത്തിൽ ഇന്ത്യ ചതിക്കുകയില്ല. ഒരു കാലത്ത് ഇന്ത്യയെ സഹായിച്ചത് കൊണ്ടാണ് ഇന്നും റഷ്യ ഇന്ത്യ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ട് പോലും റഷ്യയുടെ മേൽ ഉപരോധം ചുമത്താനോ റഷ്യ ഏതെങ്കിലും തരത്തിൽ തള്ളിപ്പറയാനോ റഷ്യയുമായിട്ടുള്ള സഹകരണം ഇല്ലാതാക്കാനോ ഇന്ത്യ തയ്യാറായിട്ടില്ല. അതിന്റെ കാരണം എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് റഷ്യ ഇന്ത്യയെ സഹായിച്ചു എന്നതുകൊണ്ടാണ്.
അപ്പോൾ സഹായിക്കുന്ന രാജ്യങ്ങളെ ഒരിക്കലും ഇന്ത്യ ചതിക്കില്ല, തള്ളി പറയില്ല. എന്തുകൊണ്ടും ലോക രാജ്യങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പങ്കാളിയായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു. മുൻപും ഇന്ത്യ അങ്ങനെ തന്നെയായിരുന്നു. ഇന്ന് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കാലത്ത് കൂടുതൽ ആക്റ്റീവായിട്ട് ഇടപെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇടപെടാനും അതിന് സൊല്യൂഷൻസ് കണ്ടെത്താനും വളരെ ശക്തിയുള്ള ഒരു രാജ്യമായിട്ട് ഇന്ന് ഇന്ത്യ മാറിയിട്ടുണ്ട്. ഇതെല്ലാം ഇനിയുള്ള കാലത്ത് ഇന്ത്യയുടെ ശക്തി കൂടുതൽ വർദ്ധിക്കുന്നതിന് കാരണമായി തീരും. തീർച്ചയായിട്ടും വരുന്ന ലോകത്ത് ഇനിയുള്ള കാലങ്ങളിൽ ലോകത്ത് നിർണായക ശക്തിയായിട്ട് ഇന്ത്യ മാറാൻ പോവാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.